എന്താ ഒളിച്ചോടുന്ന കാര്യം എന്തായി? ഇപ്പോഴോ? ആ, ഞാൻ റെഡി. ഇങ്ങനെ എടുത്തുചാടി പുറപ്പെട്ടാല് കാര്യം കുഴപ്പമാകും. ആരും അറിയാതെ വേണം ഈ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ. അതിനൊരു പണിയുണ്ട്. എന്താ? ഞാൻ എവിടെയെങ്കിലും പേര് മാറ്റി ഒളിച്ച് താമസിക്കാം. നിങ്ങൾ അതിൻ്റെ അടുത്തൊരു മുറി എടുത്ത് താമസിക്കണം. 2 ദിവസം നമ്മളെ കാണാനല്ല എന്ന് ബഹളം ഉണ്ടാവും. അത് കഴിയുമ്പോൾ സ്ഥലം വിടാം. എവിടെയാ താമസിക്കുക? ചെല്ലപ്പയ്യർ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട്. ആളും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എന്നാൽ ഞാനൊരു ഐഡിയ പറയാം. ചേട്ടൻ അവിടെ വന്ന് ഒരു മുറിയിൽ താമസിക്കണം. എന്നിട്ട് വട്ടായി അഭിനയിക്കണം. ചേട്ടൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണെന്നും പറഞ്ഞ് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. അത് വേണോ? വേണം. എനിക്ക് സഹായമായിട്ട് ഒരാൾ കൂടെ ഉണ്ടാവും. ആരാ? പോലീസ്. ശക്തി രാഘവൻപിള്ള. അയാളെ കയ്യിലെടുക്കാൻ എനിക്കൊരു വഴിയുണ്ട്. ചേട്ടൻ നാളെ തന്നെ അങ്ങോട്ട് പോയിക്കോ. ഈ പണിയാകുമ്പം ആരും സംശയിക്കില്ല. ഏറ്റോ? ശരി. സാധുക്കുട്ടി, ഇവിടെ ഏതെങ്കിലും പാർട്ടിയിൽ ഒന്ന് ഒളിച്ച് താമസിക്കുന്നു? ഒറ്റ ഇടിക്ക് തന്റെ മൗനവ്രതം ഞാൻ തീർത്തുകളെ. ഓഹോ, എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാം. താനാരാ? കേശുള്ളെന്ന് ചോദിച്ചാൽ ഈ ലോഡ്ജിൽ എല്ലാവർക്കും അറിയാം. തനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും അറിയാമോ? അറിയാം. ഇവിടെ വശപ്പശകായിട്ട് വല്ല പാർട്ടികളും താമസിക്കുന്നുണ്ടോ? ഒരു പാർട്ടിയുണ്ട്, കള്ളപ്പേരില്ലാ താമസം. അത് ശരി. കണ്ടിട്ട് ഒളിച്ച് താമസിക്കുന്ന ലക്ഷണമാണ്. എന്നാ ഞാൻ വിചാരിക്കുന്ന ആൾ അവൻ തന്നെ ആയിരിക്കും. വാ പോകാം. ആരാ? അകത്ത് വാ. എന്റെ പൊന്നി ചേട്ടാ, എന്റെ കാര്യം വലിയ കഷ്ടമാ. ഞാനിപ്പോ വഴിയാധാരമായി. ചേട്ടൻ ഒരുത്തനായതിന് കാരണക്കാരൻ. നിന്റെ മുതലാളി ഇപ്പൊ പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. നീ അല്ലേ പറഞ്ഞ ഒരാഴ്ച കാണുള്ളൂ. എനിക്കറിയാം ആ കള്ളക്കളവന് ഇങ്ങനൊരു ബുദ്ധി തോന്നുന്നു. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി? ഓഹോ, സംഗതി കുഴഞ്ഞോ? ആ തേങ്ങയുടെയും കള്ളക്കളവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് അച്ഛൻ ചത്തു എന്നും പറഞ്ഞ് കുറച്ച് കാശും വാങ്ങി ഞാനിഞ്ഞ് ഇറങ്ങി. അച്ഛൻ ചത്തു എന്നൊന്നും കള്ളം പറയരുതായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞില്ല. അച്ഛൻ ചത്തത് വാസ്തവാ. പക്ഷെ അത് 15 വർഷത്തിന് മുമ്പാ. ഏതായാലും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും തീരുമാനിക്കണം. ഈ കല്യാണം നടത്തത്തില്ല എന്ന് തേങ്ങ തീരുമാനിച്ചു കഴിഞ്ഞു. അവര് സാറിനെ തല്ലാൻ നോക്കിയിരിക്കുക. അതിനു മുമ്പ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ബാക്കി പറയണ്ട, എന്റെ എല്ലാം ഒടിക്കുമായിരിക്കും. ഞാനേ ഒരു എഴുത്ത് തരാം. നീ അത് മല്ലികയ്ക്ക് കൊണ്ട് കൊടുക്കണം. ആരും അറിയാതെ. ചേട്ടൻ ധൈര്യമായിട്ട് എഴുതണം. കൂടെ ഒരു 25 രൂപയും തരണം. എഴുത്ത് എത്തേണ്ട ഇടത്ത് ഞാൻ എത്തിക്കും. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ? ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. എന്നാ ശരി. പുതിയ റെക്കോർഡും വാങ്ങിച്ചോണ്ടിരുന്നിരുന്നു ആസ്വദിക്കുക. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. തദരീ वातापि गणपतिं भजेऽहं वातापि गणपतिं भजेऽहं वाता. എന്താ നിർത്തിയത്? തൊണ്ട ഒരു പിടുത്തം. ഈ തൊണ്ടയ്ക്ക് ഈ ചുക്കും കുരുമുളകും കൂടെ.
ആ ആ മതി, ഇതിന് ശരിയാവൂല. അപ്പൊ നാളെ വരില്ലേ? ഓ. ആ അപ്പൊ എടുക്ക. ആ താ. ആ ആ ആ ഇംഗ്ലീഷ് പാട്ട് അറിയാമോ? കൊള്ളാം, അറിയാമോ? പതുക്കെ പറ. അതല്ലേ എന്റെ സ്പെഷ്യാലിറ്റി. ഏ ഇപ്പൊ പറഞ്ഞോ. വേണ്ട നാളെ പാടിയാ മതി. അഡ്വാൻസ് 100 രൂപ. നാളെ വരണേ. ആ. ഓ, ഇവിടെയാണോ താമസം? ആ ഐഡിയ മുമ്പേ നടക്ക്. പോടാ. ആ. എടാ ഹരി, എടാ കഥ തുറക്കാൻ. എടാ കഥ തുറക്കാനാ പറഞ്ഞത്. നീ തുറക്കുന്ന ചവിട്ടി പൊളിക്കണോ? എടാ, എടാ കഥ തുറക്കാനാ പറഞ്ഞത്. എടാ മാനമുനെ ജീവിക്കണോ? കഥ തുറക്ക്. എടാ കഥ തുറക്കാനാ പറഞ്ഞത്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കത്തിച്ചപ്പോ ജീവിക്കാന്ന് വിചാരിച്ചോ? ഈ തേങ്ങ പോയപ്പോ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലടാ. നിന്റെ അച്ഛൻ രാമുണ്ണി നേരെ എന്നെ പറ്റി ജീവിക്കാൻ വിചാരിച്ചല്ലേ? ആ മാനം വരെ ജീവിച്ചു. എന്ത് അയ്യോ ഇവിടെ ഒന്ന് വിളിക്കുക. ഇത് ഞാൻ തന്നെയാ. പിടിച്ചെടുക്കണ വിളി. പിടിച്ചോണ്ട് വരടാ. വാടാ. ഇവിടെ വിളിച്ചിരിക്കാന്നല്ലടാ. പിടിച്ചെടുക്കണം. അയ്യോ എനിക്ക് അവളെ കെട്ടണ്ട. അയ്യോ എനിക്ക് അവളെ ഇടിച്ചവന്റെ ഷേപ്പ് മാറ്റടാ. അവന്റെ അച്ഛനൊരു രാമുണ്ണി, അമ്മ ഒരു ഭൂലോകരമ്പ രേവതി. ആ കൊട് കൊട്. അയ്യോ ആള് മാറിപ്പോയി. നീയല്ലേ പറഞ്ഞേ അവനകത്തുണ്ട്? അതിപ്പോ ഞാനിപ്പോ ആ കേസുള്ള എന്നോട് പറഞ്ഞു. ഏത് കേച്ചു? വരടാ. കൊല്ലടാ കൊല്ലി. പകുതി ജീവനാക്കിട്ട് പോകണ്ടേ കൊല്ലി. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സ്വാമിക്ക് എഴുതി കൊടുത്ത 2000 രൂപയുടെ വിൽപ്പത്രം ഉണ്ടല്ലോ, അത് അങ്ങേരറിയാതെ എനിക്കങ്ങ് എടുത്തു തരണം. അത് ഞാൻ ഏറ്റു. അപ്പോഴേ കക്ഷിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം ചെല്ലപ്പയർ ലോഡ്ജിൽ കാണും. അല്ല, സംഗതി പുറത്തറിഞ്ഞ മോശമാണേ. എന്റേതേ ഇത് പോവും. അതുകൊണ്ട് ആളെ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ലോഡ്ജിൽ ചെന്ന് ശ്യാം എന്ന് ചോദിച്ചാൽ മതിയല്ലോ. അയ്യോ, ശരിക്കുള്ള പേര് പറയില്ല. ഞാൻ അല്പം ഭ്രാന്ത് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കാം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ അവിടെ പോകുന്നു, ആളെ കാണുന്നു, സംസാരിച്ച കാര്യങ്ങളെല്ലാം അത് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഒരുമിച്ച് ലോഡ്ജിൽ ചെല്ലുന്നു. നിങ്ങൾ അയാളുടെ ചേച്ചിയാണ്, അയാൾ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയാണെന്നും പറഞ്ഞ് വണ്ടി കയറ്റുന്നു. ഞങ്ങൾ പോകുന്നു. അങ്ങനെ പോകാൻ പറ്റൂല. നിങ്ങൾ വിൽപ്പത്രം എന്റെ കയ്യിൽ തരുന്നു, ഞാൻ വണ്ടി പോട്ട് എന്ന് പറയുന്നു, വണ്ടി പോകുന്നു. വരട്ടെ. ഏ പോട്ടെ. ശരി. അയ്യരെ, ഇവിടെ കണ്ടാലേ തലയ്ക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വല്ലേരും ഇവിടെ താമസമുണ്ടോ? അയ്യരെ വെറുതെ പോക്കരുതാൻ പറയരുത്. ആ, ആ. വേറെ വേലയും കൂലി ഇല്ലാത്തതുകൊണ്ട് ആ. ഞാനിവിടെ കാപ്പിയും ചായം കൊടുക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ വരുന്നവരെ മണിയടിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു അപഖ്യാതി ഇവിടെ ഉണ്ട്. അത് ശരി. എന്ന് വെച്ച് വരുന്നവർക്കെല്ലാം ഈ നാരായണന് വേണം. എല്ലാരും വല്ലതും തന്നിട്ടേ പോയിട്ടുള്ളൂ. തല്ലായിരിക്കും. ചിലപ്പോ അതും കിട്ടും, ചിലപ്പോ കാശും കിട്ടും. ആ. എന്നാൽ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് നല്ലതല്ല. അല്ല, വേറെ വട്ടന്മാരാരെങ്കിലും ഇവിടെ താമസമുണ്ടോ? അത് അയ്യരെക്കാൾ നന്നായിട്ട് അറിയാം. ഈ പ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പാർട്ടി ഇവിടെ താമസമുണ്ടോന്നൊരു സംശയം. അങ്ങനെ പറ. ആളെ പിടികിട്ടി ഇവിടെ ഉണ്ട്. എന്താ പേര്? കള്ളപ്പേരാ. എന്ത്? ചെറിയ നായർ പോലും. ചെറിയ നായരോ? അപ്പൊ പാർട്ടി അത് തന്നെ. സംശയം വേണ്ട സാറേ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് വട്ടാണെന്ന്. അത് ശരി. ആ കള്ള നോട്ടവും ആ. വിഡ്ഢിയ മോന്തയും ആ.
ആരെങ്കിലും അടുത്ത് ചെന്നാൽ ഉടനെ എന്നെ കൊല്ലുന്നേ എന്നുള്ളൊരു നിലവിളി. 101% സാറ് പറയുന്ന പാർട്ടി ഇത് തന്നെ. ഒന്ന് കാണണല്ലോ, മുറി ഏതാണ്? ഞാൻ കാണിച്ചു തരാം. അയ്യോ പുലരപ്പാ. പോലീസല്ലേ അല്ലേ? എന്റെ പൊന്ന് പോലീസേ, ഞാനിവിടെ കുടുങ്ങിപ്പോയി. എന്റെ പൊന്ന് പോലാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. പേടിക്കണ്ട, തന്റെ കാര്യം ഞാൻ ഏറ്റു. തന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. അങ്ങനെയല്ലേ കൊണ്ടുപോകണ്ട, ഞാൻ പോയിക്കോളാം. അത് പറഞ്ഞാൽ പറ്റില്ലേ? അത് പറഞ്ഞ എന്ത് ചെയ്യും? അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട. തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പട്ട് നിന്റെ തന്തയ്ക്കാണ്. പോടാ അവിടുന്ന്. ഇവന്റെ തന്തയ്ക്ക് പോടാ. സാറേ, പൊന്നേമാനെ, ഇതൊരു ഗൂഢാലോചനയാണ്. ഞാൻ പറയാം. എന്താ വെച്ചാല് ഇവര് ഞാൻ പറയാം എന്താ വെച്ചാല് എനിക്ക് വട്ടാന്ന് പറഞ്ഞിട്ടേ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള പരിപാടി ഇടുകയാണ് നമ്മുടെ ഈരാളി പാർട്ടി. സാറേ, ഇയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. വന്നപ്പം തൊട്ട് എന്നെ കൊല്ലുന്നേ ചാവുന്നേന്നും പറഞ്ഞ് അലമുറയിടുക. ഇവനെ വട്ട് തന്നെയാ. ഇതുങ്ങളെല്ലാരും കൂടി ചേർന്നിട്ടുള്ള കൂടാലോചനയാണ്. ഞാനൊന്ന് പുറത്തു പോയി ഞങ്ങൾ സംസാരിച്ചോട്ടെ. സൂക്ഷിക്കണം. സൂക്ഷിക്കും. വാലടയ്ക്കാൻ വാലടയ്ക്കണം. വാതില് തുറക്കുന്നു. വാതില് തുറക്കേ. എന്തിന്? സ്വകാര്യം പറയണ്ട. വാ. എന്റെ പൊന്നേമാനെ, എന്നെ വിട്ടേക്ക്, ഞാൻ പോയിക്കോളാം. ഞാനാണ് ശക്തി. മറ്റേ പാർട്ടി പറഞ്ഞു വെച്ചിട്ടാ ഇവിടെ വന്നേ. പാർട്ടി കാലത്ത് കൃത്യം 10 മണിക്ക് ഇവിടെ കാറുമായിട്ട് എത്തും. മറ്റേ പാർട്ടി. അയ്യോ എന്റെ പൊന്നേമാനെ, അവള് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയാവുന്നേ. അവൾ എന്നോടും പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത പ്ലാനല്ലേ ഇത്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ കൊല്ലാൻ പോവാ. അയ്യോ, ഈ നാളിയെ പോലീസിന് പോലും പേടിയാന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങനെ വിളി. എല്ലാവരും കേൾക്കട്ടെ, എന്നാലേ ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ വട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് വട്ടില്ല. അങ്ങനെ 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 ഉറക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് വട്ടില്ല. പിന്നെ ഞങ്ങൾ നാളെ വരും, വന്നിട്ട് കൊണ്ടുപോവാ. എന്നെ ആർക്കും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവുക. ഇങ്ങോട്ടേക്ക്. ഞാൻ ഇതുവരെ ഇത്രയും വിചാരിച്ചില്ല, ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന്. ഇവിടെ പോവാ. ശരീരമല്ല നടന്നു. സൂക്ഷിച്ചോളാം. നാളെ കാലത്ത് ഇവനെ കൊണ്ടുപോകാനായിട്ട് ഇവന്റെ ചേച്ചി ഇവിടെ വരും. അതുവരെയുള്ള എല്ലാ ചെലവും നിങ്ങൾ എടുത്തോളണം. ഇവനെങ്ങാൻ പുറത്തു പോയാൽ ഇട്ടിച്ച് ഞാൻ നാളെ ആള് വരുന്നതുവരെ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു.